भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 851 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 22 അധ്യായത്തിൽ 53 ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. 60 ശ്ലോകങ്ങളാണ്. അപ്പോൾ 53 മുതൽ 60 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് ഇന്ന് വിചാരം ചെയ്യുന്നത്. വളരെ ഗഹനമായ, വളരെ സങ്കീർണമായ ഭഗവത് വാണികൾ വളരെ പ്രാവശ്യം കേട്ടാൽ, വളരെ പ്രാവശ്യം പറഞ്ഞാൽ മാത്രം അതിൻ്റെ ആ അർത്ഥതലങ്ങളിലേക്ക് കുറച്ചെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന കഥകളുടെ രസം പലപ്പോഴും അനുഭവപ്പെടാത്ത, അത് ഭഗവാന്റെ വാക്കുകളുടെ കുഴപ്പമല്ല, നമ്മുടെ കഴിവിൻ്റെ കുറവ് കൊണ്ടാണ്. അത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന ഉദ്ധവ ഗീത എന്നറിയപ്പെടുന്ന ഭാഗത്തിൽ തത്വങ്ങളെ, അതിൻ്റെ സംഖ്യയെക്കുറിച്ച് ഉദ്ധവനുണ്ടായ സംശയത്തെ ദൂരീകരിക്കുകയാണ് ഭഗവാൻ. ഇവിടെ പറയുന്നു ഭഗവാൻ, യഥാംഭസ പ്രചലത തരവോപി ചലാ ഇവ ചക്ഷുഷാ ഭ്രാമ്യമാണേന ദൃശ്യത്തെ ഭ്രമതീവ ഭൂ. പ്രചലത ഇളകിക്കൊണ്ടിരിക്കുന്ന അംഭസ ജലം കാരണം, തരവഹ അപി മരങ്ങളും ചല ഇവ ഇളകുന്നവയാണോ എന്നും, ഭ്രാമ്യമാണേന ചക്ഷുഷ ചലിക്കപ്പെടുന്നു, അതേപോലെ കണ്ണ്, ചലിക്കപ്പെടുന്ന കണ്ണ് കാരണം ഭൂമിയും ഭ്രമതീവ അതും ചലിക്കുന്നത് പോലെ ദൃശ്യത കാണപ്പെടുന്നു. ദേഹം, ആ ദേഹത്തെ താനാണ് എന്ന് കരുതുന്നവൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്. ആത്മാവ് നിത്യസാക്ഷിയാണ്, പക്ഷേ ആ ദേഹമാണ് താൻ എന്ന് ചിന്തിക്കുന്ന
അബുധന്മാരായിട്ടുള്ള ആളുകൾ, ബുദ്ധി കുറഞ്ഞ ആളുകൾ, ജ്ഞാനമില്ലാത്ത ആളുകൾ, അവർക്കാണ് സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുകയാണ്. ഒരു സാധനം മറ്റൊന്നിൽ പ്രതിഫലിക്കുന്നു, അതിനെ ഉപാധി എന്നും ആ പ്രതിഫലിക്കപ്പെടുന്നതിനെ ഉപഹിതം എന്ന് പറയുന്നു. അപ്പോൾ ജലം ഉപാധി, അതിൽ പ്രതിഫലിക്കുന്ന കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉപഹിതങ്ങൾ. ഉപാധിയുടെ ധർമ്മം ഉപഹിതത്തിൽ നമുക്ക് തോന്നുന്നു. ഇളകിക്കൊണ്ടിരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ മരങ്ങളും ഒക്കെ ഇളകുന്നതായിട്ട് നമുക്ക് തോന്നും. സത്യത്തിൽ വൃക്ഷത്തിൻ്റെ പ്രതിബിംബം വെള്ളത്തിൻ്റെ ഇളക്കം കൊണ്ട് ഇളകുന്നതായിട്ട് തോന്നുകയാണ്. സത്യത്തിൽ മരങ്ങൾക്ക് ഇളക്കമില്ല. അതേപോലെ തന്നെ പറയുകയാണ്, നമ്മൾ കൈവിരൽ കൊണ്ട് കണ്ണിനെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഭൂമിയെ നോക്കുക. അപ്പോൾ എന്തുണ്ടാവും? ഭൂമിയും ഇതേപോലെ ഇളകുന്നതായിട്ട് തോന്നും. ഭൂമി ചുറ്റിത്തിരിയുന്നതായിട്ട്, കണ്ണ് ചുറ്റിത്തിരിയുന്നതിനൊപ്പം ഭൂമിയും ചുറ്റിത്തിരിയുന്നതായിട്ട് തോന്നും. ഇതേപോലത്തെയാണ് ദേഹത്തിൻ്റെ അവസ്ഥാനം. ദേഹം തുടങ്ങി അന്ധക്കരണം വരെയുള്ള സകലതും ചലനാത്മകമാണ്. ഈ ചാഞ്ചല്യം, ഇത് ഈ ഇളക്കം ജീവധർമ്മമായിട്ട് നമുക്ക് തോന്നുന്നു. ഇതാണ് അവിവേകം കൊണ്ട് നമുക്കുണ്ടാകുന്ന അജ്ഞത അല്ലെങ്കിൽ അറിവില്ലായ്മ. ഭഗവാൻ തുടർന്ന് പറയുകയാണ്, യഥാ മനോരഥധിയോ വിഷയാനുഭവോ മൃഷ സ്വപ്നദൃഷ്ടാശ്ച ദാശാർഹ തഥാ സംസാര ആത്മന. ദാശാർഹ, ദശാർഹൻ്റെ കുലത്തിൽപ്പെട്ട ഉദ്ധവനെ വിളിക്കുകയാണ്. ഹേ ശ്രേഷ്ഠ, മനോരഥധിയ, മനോരാജ്യം കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന ധിയുടെ, ബുദ്ധിയുടെ വിഷയാനുഭവ, വിഷയത്തിൻ്റെ അനുഭവവും സ്വപ്നദൃഷ്ടാച്ച, സ്വപ്നത്തിൽ കാണപ്പെട്ടവയും യഥാ മൃഷ, എങ്ങനെയാണോ അസത്യമായിരിക്കുന്നത് ഏതു വിധത്തിൽ, തഥാ അതുപോലെ തന്നെ ആത്മനഃ സംസാരഃ മൃഷ, ആത്മാവിൻ്റെ സംസാരവും ഇത് ഒരു അസത്യമാണ്, മിഥ്യയാണ്. മനോരഥം കൊണ്ട് കൽപ്പിക്കപ്പെടുന്നു വിഷയാനുഭവം. അതേപോലെ സ്വപ്നത്തിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ കാലത്രയത്തിലും ഇല്ലാത്തതാണത്. ഭൂതത്തിലുമില്ല, വർത്തമാനത്തിലുമില്ല, ഭാവിയിലുമില്ല. പക്ഷേ സങ്കല്പശക്തി കൊണ്ട് ആ സമയത്ത് സ്വപ്നം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനോരഥങ്ങളിൽ അതൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. പദാർത്ഥത്തിൽ അവയെല്ലാം ഏത് തരത്തിലാണോ മിഥ്യയായി നിൽക്കുന്നത്, അതേപോലെ ആ മനസ്സിൻ്റെ സങ്കല്പബലം കൊണ്ട് വ്യവഹാരദശയിൽ ഉള്ളതുപോലെ തോന്നുന്ന ഈ സുഖവും ദുഃഖവും അതിൻ്റെ അനുഭവ രൂപമായിരിക്കുന്ന സംസാരബന്ധവും ആത്മാവിന് പരമാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നാം ദേഹമാണ് എന്ന് കരുതുമ്പോൾ ഈ സത്യത്തെ നമ്മൾ മറന്ന് അസത്യമാണ് സത്യം എന്ന് നമുക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ. അർദ്ധേ ഹ്യവിദ്യമാനേവി സംസൃതിർന്ന നിവർത്തത്തെ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർദ്ധാഗമോ യഥ. വിഷയാൻ ധ്യായതഃ അസ്യ, വിഷയങ്ങളെ ധ്യാനിക്കുന്ന ഇവന് അർദ്ധേ അവിദ്യമാനേ അപി, വിഷയം ഇല്ല എന്നിരിക്കലും സ്വപ്നത്തിൽ യഥാ അനർത്ഥാഗമഃ, സ്വപ്നത്തിൽ അനർത്ഥത്തിൻ്റെ അനുഭവം പോലെ സംസൃതി ന നിവർത്തത, സംസാരം നിവർത്തിക്കപ്പെടുന്നില്ല എന്നാണ്. വിഷയമില്ലാത്തതാണെങ്കിൽ ആ സുഖദുഃഖങ്ങളും ഇല്ലാത്തതാണല്ലോ. അവയെ നശിപ്പിക്കാനുള്ള പരിശ്രമം ആവശ്യമില്ല എന്നാണെങ്കിൽ ദേഹേന്ദ്രിയാദികൾ നിമിത്തമുള്ള സുഖദുഃഖാദി ഭാവങ്ങൾ അയഥാർത്ഥമാണെങ്കിലും അതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആ സങ്കല്പത്തിൻ്റെ സാമർഥ്യം കാരണം ഇത് സത്യമാണ് എന്ന് തോന്നും. അങ്ങനെ വരുമ്പോൾ ആ സത്യമല്ലെങ്കിലും അസത്യമായതിലുള്ള സുഖദുഃഖ അവസ്ഥകൾക്ക് നാം കീഴടങ്ങിപ്പോവും. സ്വപ്നത്തിൽ ഒന്നുമില്ലാത്തതാണ്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായ ഉണർവിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് മനസ്സിലാവും. സ്വപ്നത്തിൽ ഒരു പുലി അല്ലെങ്കിൽ ഒരു സിംഹം നമ്മളെ കടിച്ചു കീറാനായിട്ട് വരുന്നു. അത് അസത്യമാണ്. സ്വപ്നത്തിലുള്ള വ്യാഘ്രവും സിംഹവും ഒക്കെ അസത്യമാണ്.
എന്നാൽ ഇത് അസത്യമാണ് എന്നറിയുന്നത് വരെ അത് സത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നും. അല്ലേ? നിദ്രാനാശത്തിൽ ഉണർവിലേക്ക് വരുമ്പോഴേ ഉറക്കമില്ലാതെയാകുമ്പോൾ മാത്രമേ ഇത് അസത്യമാണെന്ന് തോന്നുള്ളൂ. അപ്പോഴേ ഈ പുലിയുമായും അല്ലെങ്കിൽ സിംഹവുമായി ബന്ധപ്പെട്ട ഭയം നമ്മളിൽ നിന്ന് വിട്ടുപോകണുള്ളൂ. അങ്ങനെ അസത്യങ്ങളായ വിഷയങ്ങളിലുള്ള സത്യത്വ ബുദ്ധി അത് നശിപ്പിക്കണം എന്നാണ്. അത് നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. ഇത് സാധിക്കുന്നത് വരെ വിഷയങ്ങൾ മായാവിലസിതമാണെങ്കിലും അവയിൽ നിന്നുണ്ടാകുന്ന സുഖവും ദുഃഖവും ഇതേപോലെ തന്നെ ഉള്ളതാണ് എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് പരിശ്രമം നല്ല പോലെ വേണം എന്ന് തന്നെയാണ്. സ്വപ്നവ്യാഘ്രം അസത്യമാണെങ്കിലും ഉണർന്നാൽ മാത്രമേ ഭയം നീങ്ങുകയുള്ളൂ എന്നുള്ളത് പോലെ, അപ്പോൾ ഭയം നിമിത്തമുണ്ടായ നിദ്രാനാശവും ഉണർവും അത് സത്യമാണ് താൻ. ഇതേപോലെ ഭ്രമം കൊണ്ടുണ്ടാകുന്ന ജനന മരണ ദുഃഖങ്ങൾ ഭ്രമത്തിൻ്റെ നാശം കൊണ്ട് മാത്രമേ ഇല്ലാതെയാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ആ ഭ്രമം, ആ മോഹം, ആ മായ നശിപ്പിക്കാൻ തീവ്ര പ്രയത്നം ആവശ്യമാണ്. നിത്യസത്യം ഭഗവാൻ മാത്രമാണ്. മറ്റുള്ളതൊക്കെ വ്യാവഹാരികമായിട്ടുള്ള സത്യം മാത്രമാണ്. ഉണ്ടാകുക, നിലനിൽക്കുക, നശിക്കുക, ഇത് ഈ വ്യാവഹാരിക സത്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനാണ് മായ എന്ന് പറയും. എന്നാൽ നിത്യമായ സത്യം അത് ഭഗവാനാണ്. അത് ഉണ്ടാകുന്നില്ല, എന്നും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് നാശവുമില്ല. നിത്യസത്യം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രം. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത്. ഈ ജഗത്ത് മിഥ്യയാണ്. നമുക്കത് സാധാരണ രീതിയിൽ മനസ്സിലാവില്ല. കാരണം ഈ ലോകം ഇല്ലാത്തതാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നതാണ്. അപ്പോൾ യുക്തി എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്നതൊന്നും ശരിയല്ല എന്ന് തോന്നും. പക്ഷേ അത് വേണ്ടതുപോലെ മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ ഗുരുനാഥൻ്റെ ഉപദേശത്തിലൂടെ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ പതിയെ പതിയെ ഇത് മാത്രമാണ് സത്യം എന്ന ബോധ്യത്തിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നു എന്നാണ്. അതുകൊണ്ട് തസ്മാദുദ്ധവ മാ ഭുങ്ക്ഷ്വ വിഷയാനസതീന്ദ്രിയൈ ആത്മാഗ്രഹണ നിർഭാതം പശ്യ വൈകൽപ്പികം ഭ്രമം. അതുകൊണ്ട് തസ്മാത് ഉദ്ധവ, അതുകൊണ്ട് ഉദ്ധവ അസതിന്ദ്രിയൈ വിഷയാൻ, അസത്തുക്കളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ മാ ഭുങ്ക്ഷ്വ, ഒരിക്കലും ഭുജിക്കരുത്. വൈകൽപ്പികം, വികല്പം കൊണ്ട് ഉണ്ടാകുന്ന സുഖവും ദുഃഖവും ആത്മാഗ്രഹണ നിർഭാതം, ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് മാത്രം തോന്നുന്നതായ ഭ്രമം, തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കൂ, കാണൂ, പശ്യ. വിഷയാശ സംസാര ദുഃഖത്തിന് കാരണമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വളരെയധികം പരിശ്രമിക്കണം. ഉദ്ധവ, ഈ ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങൾ അനുഭവിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടിട്ട് മതിയാവില്ല, കാതുകൊണ്ട് കേട്ടിട്ട് മതിയാവില്ല. ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും നമ്മളെ വിഷയങ്ങളിലേക്ക് തിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ അതിനെ നമ്മൾ വളരെ പരിശ്രമം ചെയ്തിട്ട് വേണം അതിൽ നിന്ന് മോചനം നേടാൻ എന്ന് പറയുന്നു. ബാഹ്യമായി തോന്നുന്ന സുഖദുഃഖബോധം ആത്മസ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ്. ആത്മസ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവ് തെറ്റായ ധാരണകളെ മുഴുവൻ ഇല്ലാതെയാക്കും. അധിഷ്ഠാനമായ ആത്മാവിനെ അറിയുമ്പോൾ അന്ധക്കരണനിഷ്ഠമായ സംസാരം മിഥ്യയാണ് എന്ന് ഉറപ്പാവും. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് ആദ്യത്തിൽ അത് സത്യമാണ്, ശരിയാണ് എന്നൊക്കെ തോന്നും. പതിയെ 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 വേണ്ടതായിട്ടുള്ള ബോധം നമുക്കുണ്ടാവുമ്പോൾ നമുക്കത് കേവലം സങ്കല്പമാണ് എന്ന് തോന്നും. ഇപ്പം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സിനിമ കാണുകയാണ്. സിനിമ കാണുമ്പോൾ അതിലുള്ളത് മുഴുവൻ സത്യമാണ് എന്ന് നമുക്ക് തോന്നൽ വരും. പതിയെ പതിയെ വളരും തോറും അത് വെറും സിനിമ മാത്രമാണ് എന്നും
എവിടെയോ ഇരുന്ന് ചെയ്തതിനെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് നമ്മുടെ മുമ്പിലൂടെ കാണിച്ചു തരികയാണെന്നും ആ തിരശ്ശീലയിൽ ഇതൊന്നും തന്നെ സത്യമല്ല, അത് വെറും ആ കാഴ്ച മാത്രമാണ് എന്നും തിരിച്ചറിയും. അത് വളരുമ്പോഴാണ് ആ നിലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ഇതേപോലെ അത് ശരീരത്തിൻ്റെ വളർച്ച മാത്രമല്ല, ബുദ്ധിയുടെ വളർച്ചയുണ്ട്. എന്നാൽ ബുദ്ധിയുടെ വളർച്ച ഇല്ലാത്ത ആളുകൾക്കാണെങ്കിലോ ശരീരം വളർന്നതുകൊണ്ട് ബുദ്ധി വളരുന്നില്ല. അപ്പോൾ അവർ കുറേ പ്രായമായാലും അവരപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണെന്ന് കരുതും. ഇതേപോലെ ഭ്രമം അവസാനിപ്പിക്കാൻ പരിശ്രമം വളരെ ആവശ്യമാണ് എന്നാണ്. ഭ്രമമില്ലാതെയാവാൻ ശ്രമം വേണം എന്ന് ചുരുക്കം. ക്ഷിപ്തോവമാനിതോ സദ്ഭി പ്രലബ്ധോസോയിതോധവാ താഡിത സന്നിബദ്ധോ വാ വൃത്യാ വാ പരിഹാപിത അസദ്ഭി ക്ഷിപ്തഃ അവമാനിതഃ. ദുർജനങ്ങളാൽ ആക്ഷേപിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും പ്രലബ്ധ പരിഹസിക്കപ്പെടുകയും അസൂയിത അസൂയ വിചാരിക്കപ്പെടുകയും താഡിത അടിക്കപ്പെടുകയും സന്നിബദ്ധ ബന്ധിക്കപ്പെടുകയും വൃത്യാ പരിഹാപിത ഉപജീവനമാർഗത്തിൽ നിന്ന് തള്ളപ്പെടുകയും ഒക്കെ ചെയ്താലും നിഷ്ഠിതോ മൂത്രിതോ വാജ്ഞൈർ ബഹുദൈവം പ്രകമ്പിത ശ്രേയസ്കാമ കൃച്ഛ്രഗത ആത്മനാത്മാനമുദ്ധരേൽ. അതേപോലെ തന്നെ അജ്ഞൈഹി നിഷ്ഠിത അസത്തുക്കളാൽ നിഷ്ഠീവനം എന്ന് പറഞ്ഞാൽ തുപ്പുക. അപ്പോൾ നിഷ്ഠീവനം ചെയ്യുക. മൂത്രിത മൂത്രമൊഴിക്കുക. ഏവം ബഹുധാ പ്രകമ്പിത ഇത്തരം പലതരത്തിൽ ഇളക്കപ്പെട്ടവനായി കൃച്ഛ്രഗത കഷ്ടത്തിലകപ്പെട്ട ശ്രേയസ്കാമ ശ്രേയസിനെ ആഗ്രഹിക്കുന്ന ആളുകൾ ആത്മന ആത്മാനം ഉദ്ധരേൽ ബുദ്ധി കൊണ്ട് ആത്മാവിനെ ഉയർത്തണം. 2 ശ്ലോകങ്ങളിലൂടെ പറയുകയാണ്. ദുഃഖം നേരിട്ടാൽ അതിനെ അകറ്റാനുള്ള പരിശ്രമം ചെയ്യാതെ എന്തു വേണം? ഭഗവാനിൽ മനസ്സുള്ളവരായിരിക്കും. പല രീതിയിൽ ഈ ലോകത്ത് നിന്ന് നമ്മളെ ദ്രോഹങ്ങൾ നമുക്ക് അനുഭവപ്പെടേണ്ടി വരും. ദുഷ്ടജനങ്ങൾ നമ്മളെ ചീത്ത പറയും. നമ്മൾ വിചാരിക്കാത്ത കാര്യത്തിൽ പോലും ആളുകൾ നമ്മളെ ചീത്ത പറയുക, അതേപോലെ അപമാനിക്കുക, പരിഹസിക്കുക. അതേപോലെ തന്നെ അസൂയ കൊണ്ട് പലതും പറഞ്ഞു വരുത്തുക, അടിക്കുക, ബന്ധിക്കുക, നമ്മുടെ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തുക. അതേപോലെ ദേഹത്ത് തുപ്പുക, മൂത്രമൊഴിക്കുക. ഇങ്ങനെ പല ഉപദ്രവങ്ങളും കഷ്ടത്തിലേക്ക് നമ്മളെ എത്തിക്കും. പക്ഷേ പരമപുരുഷാർത്ഥത്തിൻ്റെ സ്വരൂപമാണ് ശാന്തി. ഈ ശാന്തി ആഗ്രഹിക്കുന്ന ഒരാൾ എല്ലാം ഇത് തൻ്റെ പ്രാരബ്ധം മാത്രമാണ് എന്ന് കരുതണം. ഒരിക്കലും മറ്റൊരാളിൽ ദോഷാരോപണം നടത്തരുത് എന്നാണ്. ജനനമരണരൂപമായിരിക്കുന്ന ഈ സംസാര സമുദ്രത്തിൽ വീണുകിടക്കുന്ന ആത്മാവിനെ അതിൽ നിന്ന് ഉയർത്തുന്ന കാര്യം മാത്രം, മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. നമുക്കെതിരെ പറഞ്ഞ ആളുടെ അടുത്ത് ഒരു ചെറുവിരൽ അനക്കുക പോലും ചെയ്യേണ്ടതില്ല. പറഞ്ഞത് അയാളുടെ പ്രാരബ്ധം, കേട്ടത് നമ്മുടെ പ്രാരബ്ധം. നമ്മളെ അടിച്ചത് അയാളുടെ പ്രാരബ്ധം, അടി കിട്ടിയത് നമ്മുടെ പ്രാരബ്ധം. അത് ഭഗവാന്റെ സങ്കല്പമാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ദുഃഖങ്ങളിൽ നിന്നൊക്കെ വളരെ ശാന്തചിത്തനായി ഇതിനൊക്കെ സ്വീകരിക്കാൻ സാധിക്കും. പക്ഷേ ഇത് സാമാന്യ നിലയ്ക്ക് സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? ഇവിടെ മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കവിളിലടിച്ചാൽ മറുകവിള് കാണിച്ചു കൊടുക്കണം എന്ന്. അതൊക്കെ തിദിക്ഷയുടെ സ്വഭാവമാണ്. അപ്പം ഇങ്ങനെ ഉദ്ധവനപ്പം ചോദിക്കുകയാണ്, യഥൈവം അനുബുദ്ധ്യേയം വദനോ വദതാം വരാ സുദുസ്സഹമിമം മന്യ ആത്മന്യ സദതിക്രമം വിദുഷാമപി വിശ്വാത്മൻ പ്രകൃതിർഹി ബലീയസി ഋതേ ത്വദ്ധർമ്മനിരതാൻ ശാന്താംസ്തേ ചരണാലയാൻ. ഉദ്ധവനപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ശ്ലോകങ്ങളിലുള്ള ചോദ്യം കൊണ്ട് ഈ അധ്യായം സമർപ്പിക്കപ്പെടുകയാണ്. ത്വദ്ധർമ്മനിരതാൻ തേ ചരണാലയാൻ ശാന്താൻ ഋതേ.
ത്വദ്ധർമ്മനിരതൻ, അങ്ങയെ സേവിക്കുന്നതിൽ ഭാഗവത ധർമ്മത്തിൽ നിരതന്മാരായിട്ടുള്ള ആളുകൾ, തേ ചരണാലയാൻ, അവിടുത്തെ പാദങ്ങളെ ആശ്രയിക്കുന്നവർ ആയിട്ടുള്ള ശാന്തന്മാരെ ഒഴിച്ചുള്ള വിദുഷാമപി, വിദ്വാൻമാർക്ക് പോലും ആത്മനി ഇമം അസതതിക്രമം, ആത്മാവിൽ ഇങ്ങനെ ദുഷ്ടന്മാർ ചെയ്യുന്ന ഈ അതിക്രമം സുദുസ്സഹം, വലിയ ദുസ്സഹമാണ്, അസഹ്യമാണ് എന്ന് മന്യേ, ഞാൻ വിചാരിക്കണം. പ്രകൃതി സ്വഭാവം ബലീയസീഹി, ഏറ്റവും ബലമുള്ളതാണല്ലോ, വദതാംബര, പറയാൻ ഉപദേശിക്കാൻ ഉള്ള ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാനെ ന യഥാ അനുബുദ്ധേയം, നാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണോ, ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിലാവുമോ, ഞങ്ങൾക്ക് ധരിക്കാനുവുന്ന വിധത്തിൽ വധ, ഞങ്ങൾക്കിത് പറഞ്ഞു തരണേന്നാണ്. സർവന്തര്യാമയായിരിക്കുന്ന ഭഗവാനെ, ദുർജനങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾ അങ്ങയുടെ പാദഭക്തന്മാർക്ക്, ഭാഗവത ധർമ്മത്തെ അറിഞ്ഞ ആളുകൾക്ക് ഒക്കെ ചിലപ്പോൾ സഹിക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ സാധാരണ രീതിയിൽ ശരീരാഭിമാനം ലേശവും ഇല്ലാതെ വരുന്നതിന് പ്രകൃതി ആ സ്വഭാവം നമ്മളെ സമ്മതിക്കില്ല. ബഹുജന്മസിദ്ധമായ വാസനയ്ക്ക് ശക്തി കൂടും. ദുർലഭം ചില ശാന്തന്മാർക്ക് മാത്രമേ സഹിക്കാൻ സാധിക്കുള്ളൂ. എന്നെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഇത്തരത്തിൽ സഹിക്കാൻ സാധിക്കുകയില്ല ഭഗവാനെ. അങ്ങനെയെങ്കിൽ എങ്ങനെയായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇത് മനസ്സിലാവും. ഈ സഹനശക്തി ഉണ്ടാവാനുള്ള മാർഗം കൂടി അങ്ങ് പറഞ്ഞു. ഇതൊക്കെ സഹിക്കണം, ക്ഷമിക്കണം, തിദിക്ഷ എന്ന ഭാവം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് എങ്ങനെ സാധിക്കും എന്നുകൂടി, ഈ സഹനശക്തി എങ്ങനെയുണ്ടാവും എന്നുകൂടി ഭഗവാനെ പറയാൻ ഏറ്റവും കഴിവുള്ള അങ്ങ് തന്നെ വേണ്ട പോലെ പറഞ്ഞു തരണേ എന്ന് ഉദ്ധവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന, അപേക്ഷിക്കുന്ന ശ്ലോകത്തോടുകൂടി ഈ അധ്യായം ഏകാദശ സ്കന്ധത്തിലെ ഗുണദോഷ നിരൂപണം എന്ന 22ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുകയാണ്. നാളെ നമ്മൾ അടുത്ത അധ്യായം 23ാമത്തെ അധ്യായം, ഉദ്ധവൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ ഭിക്ഷുഗീത എന്ന വളരെ വിശേഷമായിട്ടുള്ള മറ്റൊരു ഭാഗത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം സഹിക്കണം, അന്യർ ചെയ്യുന്ന അപമാനം സഹിക്കാനുള്ള വഴി, അതാണ് ഭിക്ഷുഗീതയിലൂടെ ഭഗവാൻ ഉദ്ധവന് ഉപദേശിക്കുന്നത്. ആ രംഗം നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി
സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.